ഹലോ ബ്യൂട്ടിഫുൾ സോൾസ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ റീഡ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ വർക്ക് പ്ലേസിൽ, അതായത് നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നമ്മുടെ ഇപ്പോഴത്തെ കറൻറ്റ് എനർജി ലെവൽ എന്താണ്, നമ്മളവിടെ എന്തൊക്കെ പ്രോബ്ലംസ് ആണ് ഫേസ് ചെയ്യുന്നത്, നമ്മുടെ കരിയറിൽ നമ്മൾ എന്തൊക്കെ ചേഞ്ചസ് എന്തൊക്കെയാണ് വരാൻ പോകുന്നത് എന്നാണ്. സോ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് റീഡിങ്ങോ പേഴ്സണൽ റീഡിങ്ങോ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ താഴെ കാണുന്ന കോൺടാക്റ്റ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് റീഡിംഗ് ആണ്. ടൈംലെസ് റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴാണോ ഇത് കാണുന്നത് അപ്പോൾ മുതലാണ് ഇത് വാലിഡ് ആവുക. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഇത് എല്ലാവരുടെയും എനർജി ആയിട്ട് മാച്ച് ആവണമെന്നില്ല. സോ നമ്മുടെ എനർജി ആയിട്ട് മാച്ച് ആവുന്നവർ മാത്രം ഇത് അക്സെപ്റ്റ് ചെയ്യുക. സോ എല്ലാവരും വളരെ കാം ആൻഡ് ക്വൈറ്റ് ആൻഡ് റിലാക്സ്ഡ് ആയിട്ടിരിക്കുക, മൈൻഡൊക്കെ വളരെ കാമായിട്ടിരിക്കുക. നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഒരു എനർജി വെച്ചിട്ട് നിങ്ങൾ ജോലി ചെയ്യുന്ന ആ ഒരു സ്ഥലത്ത് നിങ്ങളെപ്പറ്റി വളരെ നുണകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതൊക്കെ വളരെ നല്ല രീതിയിൽ പോകാത്തതിന് കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ സത്യസന്ധമായിട്ടുള്ള സ്വഭാവങ്ങൾ കൊണ്ടാണ് അത് കൂടുതലും നിങ്ങളെ എഫക്റ്റ് ചെയ്യാത്തത്. അതുപോലെ തന്നെ നിങ്ങളുടെ സീനിയേഴ്സായിട്ടുള്ള ആരെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ ബോസ് അങ്ങനെ ആൾക്കാരൊക്കെ നിങ്ങളോട് ഒരു ഇഷ്ടക്കുറവ്, നിങ്ങളെപ്പറ്റി ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് മറ്റുള്ള കൊളീഗ്സിനോട് പറഞ്ഞു കൊടുക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു കാർഡിൽ നിന്ന്. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഒരു പ്രോജക്റ്റ് ഇപ്പോൾ ചെയ്യുവാണെങ്കിൽ അതിനെപ്പറ്റി ആ ഒരു പ്രോജക്റ്റിനെ നിങ്ങളിപ്പോൾ ഒരു ഗ്രൂപ്പ് പ്രോജക്റ്റോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ഒരു കാര്യമാണെങ്കിൽ അത് നിങ്ങളുടെ കൊളീഗ്സിനാണ് അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കിട്ടുക. ആ ഒരു പേഴ്സണിന് ചെയ്തു അല്ലാതെ നിങ്ങളുടെ വാല്യൂ അവിടെ കാണിക്കുന്നില്ല. കൂടെയുള്ള ആൾക്കാരാണ് അത് ചെയ്തത്, അല്ലെങ്കിൽ അവരെയാണ് കൂടുതൽ ഇപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത്, അതായത് നിങ്ങൾ ജോലി ചെയ്യുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾ ജോലി ചെയ്ത കാര്യങ്ങൾ ചിലപ്പോൾ മറ്റുള്ളവരാണ് അത് ചെയ്തത്, മറ്റുള്ളവരുള്ളത് കൊണ്ടാണ് അത് കുറച്ചുകൂടെ നല്ലതായത്. അതല്ല നിങ്ങളുടെ ആ ഒരു പ്രസൻസിനെ ആരും വലിയ ഒരു ഇതായിട്ടൊന്നും കാണിക്കുന്നില്ല. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ, അതായത് നിങ്ങളിപ്പോൾ ഈ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങളെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ ഒക്കെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട്. സോ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെ അവിടെ ചൂസ് ചെയ്യുമ്പോൾ ഓരോ കാര്യങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾ വളരെ നല്ല ഒരു ബോധത്തോടും നല്ല അലേർട്ടായിരിക്കണം. കാരണം എന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പോലും പറ്റില്ല ചില സമയത്ത് ഈ ആരുടെ കയ്യിൽ നിന്നാണ് നമുക്ക് ഒരു പണി കിട്ടുക എന്ന്. അതേപോലത്തെ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നിങ്ങളുടെ ഒരു കരിയറിൽ നടക്കുന്നത്. കൂടെ നിൽക്കുന്ന ആൾക്കാർ പോലും നമ്മളെ വഞ്ചിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇപ്പോൾ ഒരു പ്രോജക്റ്റുകൾ അല്ലെങ്കിൽ ഒരു കാര്യങ്ങൾ നിങ്ങളവിടെ ചെയ്യുമ്പോൾ വേറുള്ള ആൾക്കാർക്ക് കിട്ടുന്ന അത്രയും തരത്തിലുള്ള സപ്പോർട്ടോ ഉള്ള കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് തന്നെ കിട്ടുന്നുണ്ടാവില്ല, നിങ്ങൾക്ക് തന്നെ മനസ്സിലാവാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ആ വർക്ക് കുറച്ചുകൂടെ നല്ല രീതിയിൽ നിങ്ങൾക്ക് എങ്ങനെയൊക്കെയാണോ അത് നല്ല ബെറ്റർ രീതിയിലാക്കാൻ പറ്റുക ആ ഒരു രീതിയിലോട്ട് നിങ്ങൾ പ്രസൻറ്റ് ചെയ്യാൻ നോക്കുക. നിങ്ങൾക്കുള്ളിൽ സങ്കടമുണ്ട്. കാര്യം എന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ പ്രോജക്റ്റിലൊക്കെ കൂടുതൽ സപ്പോർട്ടൊക്കെ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്കും അതേപോലത്തെ അത് കിട്ടാത്തത് കൊണ്ട് നിങ്ങളുടെ ഉള്ളിലൊരു വിഷമമുണ്ട്. സോ നിങ്ങൾ അതൊന്നും ഓർക്കാതെ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു എന്ത് വർക്കാണോ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് അത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ ചെയ്യാൻ മാക്സിമം നിങ്ങൾ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൊളീഗ്സ് നിങ്ങളെപ്പറ്റി വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് നിങ്ങൾക്ക് പോലും അറിയത്തുണ്ടാവില്ല. കാരണം വെച്ചാൽ അവർ നിങ്ങളുടെ ഫ്രണ്ടിൽ വന്ന് വളരെ സ്നേഹത്തോടും സത്യസന്ധമായിട്ടൊക്കെ സംസാരിക്കും. പക്ഷേ നിങ്ങൾ ഇല്ലാത്തപ്പോൾ നിങ്ങളെപ്പറ്റി വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ പറഞ്ഞു നടക്കുക. സോ നിങ്ങളെപ്പറ്റി ഒരു ബാഡ് ഇമേജ് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ നോക്കുന്നുണ്ട് നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത്. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ മേ ബി ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ അതുപോലെ ഒരു ഹ്യൂജ് ആയിട്ടുള്ളൊരു മണി ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളിലോട്ടൊക്കെ നിങ്ങൾ പോകാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. സോ അതൊക്കെ തന്നെ ചിലപ്പോൾ അത് വളരെ നിങ്ങൾ നല്ല രീതിയിലായിരിക്കാം ചിലപ്പോൾ ആഗ്രഹിക്കുന്നത്, പക്ഷേ നിങ്ങളുടെ കയ്യിൽ നിന്ന് അതൊരു വലിയൊരു നഷ്ടം തന്നെ സംഭവിക്കാനും അങ്ങനെ മണി റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഒരു നഷ്ടങ്ങളൊക്കെ കാണുന്നുണ്ട്. അങ്ങനെയാണ് നമുക്ക് യൂണിവേഴ്സ് ഈ ഒരു ഇതിൽ നിന്നിപ്പോൾ പറഞ്ഞു തരുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങൾ വളരെ ധൈര്യത്തോടു കൂടെ തന്നെ പോവുക. നിങ്ങൾക്ക് നിങ്ങളുടെ ബാക്കിൽ അനാവശ്യങ്ങൾ സംസാരിക്കുന്ന ആൾക്കാരെ പറ്റി ഒരു ധാരണയോ അതല്ലെങ്കിൽ നിങ്ങൾ ഇന്ന സ്ഥലത്ത് മണി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പോകുമെന്നോ അങ്ങനെ യാതൊന്നും തന്നെ നിങ്ങൾ ചിന്തിക്കുന്നില്ല.
സോ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെ സെലക്ട് ചെയ്യുമ്പോഴും നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ സ്പെൻഡ് ചെയ്യുമ്പോഴും നിങ്ങൾ വ്യക്തമായിട്ട് ആലോചിക്കുക, നല്ലൊരു ക്ലാരിറ്റി ഉണ്ടാക്കുക, എല്ലാത്തിനെയും പറ്റിയിട്ട് നല്ലൊരു ക്ലിയർ ആയിട്ടൊരു ഇമേജ് ഉണ്ടാകുക. പിന്നെ നിങ്ങളുടെ ലൈഫിൽ ജോലിക്കാര്യത്തിലാണെങ്കിലും ഓരോ കാര്യത്തിലാണെങ്കിലും ഒരു നല്ലൊരു പ്ലാനിങ്ങോടുകൂടെ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് ഒന്നുകിൽ ഒരു പ്രോജക്റ്റ് ആയിരിക്കാം, എന്തെങ്കിലും ഒരു കാര്യത്തിന് നിങ്ങളാണ് അതിൻ്റെ ഒരു ലീഡർ പൊസിഷനിൽ നിൽക്കുന്നത്. അപ്പോൾ മറ്റുള്ളവർ ആഗ്രഹിക്കുന്ന പോലത്തെ ആ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഒന്നും നിങ്ങൾ കാണിക്കുന്നില്ല. നിങ്ങൾ നിങ്ങൾക്ക് എല്ലാവരുടെയും കൂടെ ഇത്രയും ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ ഒറ്റയ്ക്ക് മാനേജ് ചെയ്ത് ഈ ഒരു പ്രോജക്റ്റ് സക്സസ്ഫുൾ ആക്കാനോ അല്ലെങ്കിൽ അതിനെയൊക്കെ കൺട്രോൾ ചെയ്ത് നിർത്താനോ ഉള്ള ഒരു താല്പര്യവും അതിനൊന്നും നിങ്ങൾ മെനക്കെടാറില്ല. ഇപ്പോൾ ഒരു പ്രോജക്റ്റ് ആണെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാർ കൊണ്ടുത്തരും, അതല്ലെങ്കിൽ എവിടെന്നെങ്കിലുമൊക്കെ അവർ കളക്ട് ചെയ്ത് കൊണ്ടുതരും, ഞാനവിടെ വെറുതെ നിന്നാൽ മതി, അങ്ങനത്തേക്ക് ഒരു മനോഭാവമാണ് നിങ്ങൾക്ക്. സോ ഇപ്പോൾ ഇത്രയും വലിയൊരു ഗ്രൂപ്പ് പ്രോജക്റ്റും കാര്യങ്ങളും ഒക്കെ നിങ്ങളുടെ തലയിൽ തരുന്നത് കൊണ്ട് നിങ്ങൾ ആ കാര്യങ്ങളൊന്നും നോക്കാതെ നിങ്ങൾ ചുമ്മാ നിങ്ങളുടെ സ്വന്തം കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങളിലോട്ടൊക്കെ നിങ്ങൾ കൂടുതൽ ശ്രദ്ധിച്ച് ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അതല്ലാതെ ജോലിയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആ ഒരു വർക്കൊന്നും നിങ്ങൾ മര്യാദയ്ക്കൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾ ഈ ഒരു ജോബിൽ പ്രോജക്റ്റിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ സംശയമാണ് നിങ്ങളിത് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ മറ്റുള്ളവരുടെ ഒരു അഭിപ്രായത്തിന് വേണ്ടിയാണ് നിങ്ങൾ നിൽക്കുന്നത്. കാര്യം എന്നെക്കൊണ്ട് ഇതെടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊരു ഡൗട്ട് ചെയ്തിരിക്കുമ്പോൾ മറ്റുള്ളവർ സപ്പോർട്ട് നിനക്ക് പറ്റും, അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെ കേൾക്കാനാണ് നിങ്ങൾ നിൽക്കുന്നത്. പിന്നെ അതുപോലെ നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാർക്കും നോർമലായിട്ടുള്ളൊരു ഗൈഡൻസും കാര്യങ്ങളും ഒക്കെ കൊടുക്കുകയാണെങ്കിൽ അവർ നല്ലതുപോലെ ഹെൽപ്പ് ചെയ്യുകയും സഹായിക്കുകയും ഒക്കെ ചെയ്യും. അതായത് നിങ്ങളുടെ ചുറ്റിനും ഒരുപാട് നെഗറ്റീവ് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, അതേപോലെ തന്നെ കുറച്ച് ആൾക്കാർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെ നിങ്ങൾ ഹെൽപ്പ് ചെയ്ത് നിങ്ങളുടെ കൂടെ കൊണ്ടുവന്ന് നിങ്ങളുടെ ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾ നോക്കുക. അതല്ലാതെ ഇതെല്ലാം ടൈം ആകുമ്പോൾ നിങ്ങളുടെ അടുത്തോട്ട് വരുമെന്നും പറഞ്ഞ് നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന ജോലികൾ അതല്ലെങ്കിൽ പ്രൊമോഷൻ ഇതിനൊക്കെ ഇത് ബാധിക്കാനുള്ള ചാൻസസ് ഉണ്ട്. സോ നിങ്ങൾ നിങ്ങളുടെ പ്രോജക്റ്റ് പ്രോപ്പറായിട്ട് ചെയ്യുക, മറ്റുള്ളവരുടെ കാര്യത്തിനും ഒന്നും നോക്കി നിൽക്കാതെ നിങ്ങളുടെ ഡ്യൂട്ടി നിങ്ങൾ വൃത്തിയായി ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇപ്പോഴത്തെ ഒരു കരിയറിലെന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരുപാട് ഡൗട്ട് അടിച്ച് നിൽക്കുകയാണ്, ഇത് കണ്ടിന്യൂ ചെയ്യണോ അതോ വേറെ ഇതിലോട്ട് പോകണോ എന്നൊക്കെ. നിങ്ങളുടെ ആവശ്യത്തിന് ടൈം എടുത്ത് നിങ്ങൾ ചിന്തിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ജോലിയാണ് നിങ്ങൾക്ക് വളരെ സന്തോഷവും കാര്യങ്ങളൊക്കെ തന്നെ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ളൊരു ജോലിയിലോട്ട് പോകാനും അങ്ങനെങ്കിൽ മാത്രമേ നിങ്ങളുടെ ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ മെച്ചപ്പെട്ട രീതിയിലൊക്കെ വരാനുള്ള ചാൻസസൊക്കെ കാണുന്നുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള കാര്യങ്ങൾ തിരക്കി പോകാനാണ് യൂണിവേഴ്സ് നമ്മളോട് പറയുന്നത്. നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ നല്ല രീതിയിൽ ഒന്നുകൂടെ ചിന്തിക്കുക. അതായത് ഇപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന ഇത് തന്നെ വേണോ അതോ നിങ്ങളുടെ മനസ്സിൽ വലിയൊരു കാര്യത്തിന് ഒരു ലക്ഷ്യമുണ്ട് നിങ്ങളുടെ ലൈഫിൽ, എങ്ങനെയാവണം നിങ്ങളുടെ ഒരു മേ ബി ഒരു ബിസിനസ് ആയിരിക്കാം, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പഠിച്ചിട്ട് വേറെ തരത്തിൽ പോവാം, അങ്ങനെ എന്തെങ്കിലും ഒരു പ്ലാൻ നിങ്ങളുടെ മൈൻഡിലുണ്ട്. അപ്പോൾ അതിനു വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. നിങ്ങൾ അതിലോട്ട് വേഗം തന്നെ എത്തുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെ നിങ്ങൾ എത്താൻ വേണ്ടി അത് കിട്ടാൻ വേണ്ടി ഉള്ള ഒരു ടൈപ്പ് ഓഫ് ജോലിയാണ് നിങ്ങളിപ്പോൾ നോക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെ മൈൻഡിനെയും നിങ്ങളുടെ സോളിനെയും ഒക്കെ സന്തോഷം തരുന്ന രീതിയിലുള്ള ഒരു ജോലി, അതായത് നിങ്ങളുടെ ഭാവിയിൽ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കാൻ പോകുന്ന ആ ഒരു ഇതിലോട്ട് വേണമെങ്കിൽ നിങ്ങൾക്കൊരു ജോലിക്ക് ചിലപ്പോൾ പുതിയൊരു ജോലിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരിക്കാം. അപ്പോൾ ഈ ഒരു ജോലി കഴിഞ്ഞിട്ട് ആ ഒരു ഓഫർ നിങ്ങൾ സ്വീകരിക്കുക. ബിക്കോസ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ലക്ഷ്യം വേറേതാണ്. അപ്പോൾ അത് കിട്ടാൻ വേണ്ടി നിങ്ങൾ മാക്സിമം ശ്രമിക്കുക. നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു ജോലി കിട്ടിയാൽ നിങ്ങൾ ഒട്ടും ഹാപ്പി അല്ല. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ വേറെയാണ്. അപ്പോൾ അതിനു വേണ്ടി കൂടുതൽ ശ്രമിക്കുക. ഒന്നെങ്കിൽ ചിലപ്പോൾ വേറൊരു രാജ്യത്തിലേക്ക് പോകാനോ ജോലി അന്വേഷിച്ച് പോകാനോ അതല്ലെങ്കിൽ ഇതിൽ നിന്ന് മാറി വേറൊരു തരത്തിലൊക്കെ പോകാനൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ആഗ്രഹം. അപ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങളെ പിന്തുടർന്ന് നിങ്ങൾ പോവുക. അതല്ലാതെ ഇവിടെ തന്നെ
സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കാതെ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് പുറകെ പോകാൻ വേണ്ടിയാണ് നമ്മളോട് യൂണിവേഴ്സ് ഇപ്പോൾ പറയുന്നത്. സോ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രീ ടൈമൊക്കെ നിങ്ങളുടെ പുതിയ നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണ്ടി നിങ്ങൾ അതിനു വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുക. അതല്ലാതെ നിങ്ങൾ വെറുതെ ഈ ഒരു ഈ ഒരു വിഷമം, അതായത് നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത ജോലി എടുക്കുക എന്നൊക്കെ ഓർത്ത് ടെൻഷൻ അടിച്ച് വെറുതെ ഇരിക്കാതെ നിങ്ങൾ പുതിയ പുതിയ കാര്യങ്ങൾ നോക്കി പോകാനാണ് ഇപ്പോൾ നമുക്കിവിടെ ഫീൽ ചെയ്ത എനർജി. അതുപോലെ തന്നെ നിങ്ങൾക്ക് തീരെ താല്പര്യമില്ലാതെയൊക്കെ ആയിരിക്കാം, നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ചൊരു ജോലിയല്ല ഈ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഒരുപാട് ടെൻഷനാണ്. അതല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സൊക്കെ ചിലപ്പോൾ വളരെ നഷ്ടത്തിലായിരിക്കും, മേ ബി ബിസിനസ്സൊക്കെ പോയിട്ടുണ്ടാകാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ട്. അതായത് കംപ്ലീറ്റ്ലി ഒരു വല്ലാത്തൊരു സ്റ്റേജിൽ കൂടെയാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു ജോലിയുടെ ഒരു കാര്യങ്ങളൊക്കെ പോകുന്നത്. പക്ഷേ നിങ്ങൾ ഓർക്കുക, ഇതൊക്കെ ഒരു താൽക്കാലിക കുറച്ച് നാളത്തേക്ക് മാത്രമാണ് അവിടെയുള്ള പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ. പിന്നെ നിങ്ങൾ കുറച്ചൊക്കെ എന്തൊക്കെയോ മൈൻഡിൽ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ആലോചിച്ച് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് ഈ ജോലിയുടെ താല്പര്യമില്ലാത്തത് കൊണ്ട് നിങ്ങളും അധികം എഫേർട്ട് ചെയ്യാറില്ല ഈ ഒരു നല്ല രീതിയിൽ പോകാനോ, നിങ്ങൾക്ക് തന്നെ ഒരു ഇൻട്രസ്റ്റ് ഇല്ലല്ലോ. അപ്പോൾ ആ ഒരു മൈൻഡിലാണ് നിങ്ങൾ എടുത്തിരിക്കുന്നത്. സോ നിങ്ങളുടെ ഈ ദുഃഖങ്ങളും അതേപോലെ തന്നെ ജോലിയിലുണ്ടാകുന്ന ഓരോ പ്രോബ്ലംസൊക്കെ ഗ്രാജ്വലി മാറുമെന്നാണ് യൂണിവേഴ്സ് നമ്മളോട് പറയുന്നത്. കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ മൈൻഡ് പോലെ ഇരിക്കും ബാക്കി ഉള്ള ഓരോ കാര്യങ്ങളും. നിങ്ങൾ കുറച്ചുകൂടെ എനർജറ്റിക് ആയിട്ടും ഇഷ്ടത്തോടും കൂടെയും ഒക്കെ നിങ്ങൾ വിചാരിച്ച പോലെ അത്രയും ഹൊറിബിൾ ജോലിയല്ല നിങ്ങൾക്കുള്ളത്. നിങ്ങളെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു വിശ്വാസത്തിൽ നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ കരിയർ ലൈഫ് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഭാവിയിൽ വരാനും ചിലപ്പോൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വിഷമിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് ഇപ്പോൾ തൽക്കാലത്തേക്ക് ഈ ഒരു ടൈമിലുള്ളൊരു ജോലിയാണ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള തരത്തിലോട്ടൊക്കെ പോകാൻ പറ്റുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. സോ ഒരുപാട് അവസരങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ കറക്റ്റായിട്ട് ചൂസ് ചെയ്യുക. നിങ്ങൾ ഒരുപാട് ജോലികൾ വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ നമ്മൾ ഫിനാൻസിൻ്റെ അത് വെച്ചിട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോകും. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ, അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിന് ഹാപ്പിനെസ് തരുന്ന രീതിയിലുള്ളൊരു ജോലിയിലോട്ട് പോകാനാണ് നിങ്ങൾക്ക് താല്പര്യം. സോ നിങ്ങൾ അങ്ങനത്തെ ഒരു ജോലി ചൂസ് ചെയ്ത് പോകാനാണ് യൂണിവേഴ്സ് നമ്മളോടിപ്പോൾ പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ ജോലി സ്ഥലത്ത് നിങ്ങൾ ഇത്രയും നാളും ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്ന കുറ്റങ്ങളും കാര്യങ്ങളും അതിനൊക്കെ ഒരു എൻഡ് വരാൻ പോവുകയാണ്. അതായത് നിങ്ങൾ ഇത്രയും നാളും ചെയ്തത് ഒന്നും ആരും അംഗീകരിക്കുന്നില്ല. അതൊക്കെ കൊണ്ടായിരിക്കാം മേ ബി നിങ്ങൾക്കിപ്പോൾ വലിയ ഇൻട്രസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത്. അപ്പോൾ ഇപ്പോൾ കുറച്ച് നാളുകൂടെ കഴിയുമ്പോൾ നിങ്ങൾ ചെയ്തിരിക്കുന്ന ജോലിയും കാര്യങ്ങളൊക്കെ ആൾക്കാർ, നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാരൊക്കെ എല്ലാവരും ഒക്കെ തന്നെ അംഗീകരിച്ച് തരുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു എനർജിയാണ് നമുക്ക് ഫീൽ ചെയ്തത്. ഇത്രയും നാളും നിങ്ങളുടെ പുറകിൽ നിന്ന് കുറ്റം പറഞ്ഞ ആൾക്കാർ എല്ലാവരും തന്നെ മാറ്റി ചിന്തിക്കാനും മാറ്റി പറയാനും ഒക്കെ പോകുന്നതാണ്. സോ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ എങ്ങനെയാണോ നിങ്ങൾ ജോലിക്ക് പോയിക്കൊണ്ടെങ്കിൽ അത് അത്രയും ഫ്രഷായിട്ട് തന്നെ ഇനിയും പോകാൻ ശ്രമിക്കുക. അപ്പോൾ ഇപ്പോഴത്തെ ഒരു കറൻറ്റ് എനർജി വെച്ചിട്ട് നിങ്ങൾ ഈ ജോലിനെ പറ്റി ഒരു ജഡ്ജ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുക. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇത് വേണോ, അതല്ലെങ്കിൽ ഇത് കൊണ്ടുള്ള എനിക്കൊരു ബെനിഫിറ്റ് എന്താണ്, എൻ്റെ മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ കാര്യങ്ങൾക്ക് ഈ ജോലിയും വർക്ക് പ്ലേസും ഇവിടുത്തെ ആൾക്കാരൊക്കെ എന്തോരം പ്രോബ്ലംസാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാനിവിടെ നിൽക്കണോ വേണ്ടയോ എന്ന് ഒരു ചിന്തയിൽ കൂടെയാണ് ഇപ്പോൾ നിങ്ങളുടെ മൈൻഡ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ നിങ്ങൾ കുറച്ച് ടൈം എടുത്ത് നല്ല രീതിയിൽ തന്നെ ആലോചിച്ച് നിങ്ങൾക്കതിന് ഒരു സൊല്യൂഷൻ ഇതിൻ്റെ അകത്തുനിന്ന് കിട്ടുന്നതാണ്. പിന്നെ അതുപോലെ നിങ്ങളുടെ ലൈഫിൽ ഒരു പ്രൊമോഷനോ അല്ലെങ്കിൽ കുറച്ചുകൂടെ നല്ലൊരു ഹയർ രീതിയിലോട്ടൊക്കെ ഉള്ളൊരു കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഈ ഒരു ജോലി സ്ഥലത്ത് ചിലപ്പോൾ നിങ്ങളെ പാസ് ചെയ്ത് പോയിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് കിട്ടില്ല, നിങ്ങൾക്ക് കിട്ടുമെന്നൊരു പ്രതീക്ഷയൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ അത് നിങ്ങളിലോട്ടത് വന്നിട്ടില്ല. അപ്പോൾ അതും ഒക്കെ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് വിഷമങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഒരു പ്രൊമോഷനായിരിക്കാം, എന്തും ആവാം. അപ്പോൾ അതൊന്നും നിങ്ങൾ വർക്ക് ചെയ്തിട്ടും ഇവരാരും കാണുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ചെയ്ത വർക്കൊന്നും കറക്റ്റായിട്ട് പോകുന്നില്ല, അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ഉള്ളിൽ ഒരു സങ്കടമുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ കളിക്കുന്ന ആൾക്കാരൊക്കെ വേറെ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് കിട്ടേണ്ട കാര്യങ്ങളൊക്കെ തട്ടിപ്പോകുന്നത്. സോ അതുമൊക്കെ നിങ്ങൾ ഒരുപാട് വിഷമിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് യൂണിവേഴ്സ് പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ കരിയറിലും ബിസിനസ്സിലും നിങ്ങൾ എവിടെയാണോ വർക്ക് ചെയ്യുന്നത് അവിടെയൊക്കെ ഒരുപാട് വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ എത്ര വിഷമങ്ങളും ബുദ്ധിമുട്ടും കണ്ടിട്ടുണ്ടെങ്കിലും എവിടെയോ നമുക്ക് വേണ്ടി യൂണിവേഴ്സ് ഒരു ലൈറ്റ് കരുതി വെച്ചിട്ടുണ്ട്. അത് നിങ്ങളിലേക്ക് തന്നെ
വരാനുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് ആ ലൈറ്റ് എത്തുന്നത് തന്നെയാണ്. സോ നിങ്ങളത് ഓർത്ത് ദുഃഖിക്കേണ്ട. നിങ്ങളിപ്പോൾ ഒരു ഭയങ്കര ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ കൂടെ ആയിരിക്കാം പോയിരിക്കുന്നത്. പക്ഷേ അത് നിങ്ങൾ തന്നെ അത് ഹീൽ ചെയ്ത് മേ ബി നിങ്ങൾക്ക് ഇപ്പോൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുന്നതൊക്കെ കൊണ്ട് തന്നെ അതല്ലെങ്കിൽ ഇനിയിപ്പോൾ വന്നേക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു ജോലിയിൽ നിന്നും വേറെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു തലത്തിലേക്ക് പോകാനൊക്കെ കഴിയുമെന്നാണ് യൂണിവേഴ്സ് നമ്മളോട് പറയുന്നത്. സോ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ വിഷമിക്കാതെ ഇത് താൽക്കാലികം മാത്രമാണ്. അപ്പോൾ നമ്മളെപ്പോഴും ആ ഒരു സിറ്റുവേഷൻ തന്നെ നിൽക്കത്തില്ല. അപ്പോൾ അവിടുന്ന് ചേഞ്ചസ് എന്തായാലും വരും. അപ്പോൾ നിങ്ങളുടെ ലൈഫിലും ഉടൻ തന്നെ ഒരു ചേഞ്ച് ഉണ്ടാവുമെന്നാണ് യൂണിവേഴ്സ് നമ്മളോട് പറയുന്നത്. നിങ്ങളുടെ മൈൻഡ് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് വിഷമത്തിലാണ്. അതായത് വർക്ക് ലോഡുണ്ട്, പിന്നെ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു അംഗീകാരങ്ങളും കാര്യങ്ങളും ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ എല്ലാം കൊണ്ടും നിങ്ങൾ വളരെ ഒരു വല്ലാത്തൊരു അവസ്ഥയിൽ കൂടെയാണ് ഇപ്പോൾ നിങ്ങളുടെ ഒരു കരിയർ ലൈഫ് പോകുന്നത്. അപ്പോൾ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ കുറച്ച് ബ്രേക്ക് എടുക്കുക, നിങ്ങളുടെ മൈൻഡൊക്കെ ഒന്ന് ഫ്രഷ് ആവുക, നിങ്ങൾ ടെൻഷൻ അടിക്കാതിരിക്കുക. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വേണ്ടി യൂണിവേഴ്സ് നല്ല ഒരു ലൈഫ് തന്നെയാണ് ഒരുക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന എനർജി വെച്ചിട്ട് നിങ്ങളുടെ വർക്ക് പ്ലേസിലും എല്ലായിടത്തും ഒരുപാട് പ്രോബ്ലംസും കാര്യങ്ങളും ഒക്കെ നിങ്ങളെ വരുന്നുണ്ട്. അതൊക്കെ ഒരു നല്ല രീതിയിലും ഒരു വഴക്കൊക്കെ മിക്കവാറും ഓഫീസിലോ ജോലി സ്ഥലത്തോ ആരെങ്കിലുമൊക്കെ ആയിട്ട് ഒരു വഴക്കിനൊക്കെ ചിലപ്പോൾ ചാൻസ് ഉണ്ടായിട്ടുണ്ടായിരിക്കാം. മേ ബി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോർമലായിട്ട് എൻഡ് ചെയ്ത് വളരെ പീസ്ഫുള്ളായിട്ട് ആ കോൺഫ്ലിക്റ്റും കാര്യങ്ങളൊക്കെ എൻഡ് ചെയ്ത് വളരെ സ്മൂത്തായിട്ടുള്ള ഒരു ലൈഫാണ് ഇനി നിങ്ങൾ ഒരു ജോലിയാണ് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യുന്നത്. സോ നിങ്ങളുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് ഈ ഒരു എന്താ പറയുക, നിങ്ങൾക്കൊരു ഒട്ടും താല്പര്യമില്ലാതെ പോകുന്നത് കൊണ്ട് തന്നെ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഒരുപാട് പ്രോബ്ലംസും നിങ്ങളുടെ വർക്കിലും പ്രൊഫഷണൽ ലൈഫിലും എല്ലായിടത്തുമൊക്കെ തന്നെ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ ചൂസ് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള തരത്തിൽ നിങ്ങൾ പോകാൻ ശ്രമിക്കുക. അതല്ലാതെ ഇവിടെ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കാതെ നിങ്ങളുടെ ലക്ഷ്യങ്ങളും നിങ്ങളുടെ ആഗ്രഹങ്ങളും ഒക്കെ നിങ്ങൾ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ അതിനു വേണ്ടി നിങ്ങൾ ശ്രമിക്കുക, അതിനു വേണ്ടി പോവുക. ഇതാണ് നമ്മൾക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന ഒരു എനർജി റീഡിംഗ് എന്ന് പറയുകയാണെങ്കിൽ. സോ എൻ്റെ റീഡിംഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു മൈ സോൾ ഫാമിലി.